ഹലോ ഫ്രണ്ട്സ്, ഹൈദരാബാദ് ചോയ്സിലേക്ക് സ്വാഗതം. വീണ്ടും ഞാൻ എത്തിയിരിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ട് ഡിഷാണ്. ഒരു KFC സ്റ്റൈലിലുള്ള ഫ്രൈ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി വേണ്ടത് 1 കിലോ ചിക്കനാണ്. ഇതിപ്പോൾ 1 കിലോ ചിക്കൻ എടുത്തിട്ട് അതിനകത്തു നിന്നുള്ള വേസ്റ്റ് ആയിട്ടുള്ള ചെറിയ പീസുകളെല്ലാം മാറ്റി നല്ല പീസുകൾ മാത്രം ഉപ്പുവെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അടുത്തതായി വേണ്ടത് തൈരാണ്, പുളിയില്ലാത്തത്. ഇത് 200 ml തൈര് എടുത്ത് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് മോര് പോലെ ആക്കി വെച്ചിരിക്കുന്നതാണ്. ഗരം മസാല 1 ടേബിൾ സ്പൂൺ. 1 സ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, 1 ടീസ്പൂൺ. നമുക്ക് എരിവ് കൂടുതൽ വേണം എടുക്കാം. സാധാരണ ഇതിൽ KFC ചിക്കൻ ഉണ്ടാകുമ്പോൾ എരിവ് വളരെ കുറവായിരിക്കും കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ നോക്കിയ ശേഷം എടുക്കുക. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് മതിയാവും. സാധാരണ രീതിയിൽ KFC ചിക്കൻ എന്ന് പറയുമ്പം എരിവ് വളരെ കുറവായിരിക്കും കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ആ രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പം ഇത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് ചിക്കൻ നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരുവിധം സ്ക്വയർ പീസാണ് ചിക്കൻ ഇപ്പോൾ ഉള്ളത്. ഇതിന് ഈ വലിപ്പ കൂടുതലാണ്, കുറച്ച് ഇതായിട്ട് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ അതിലേക്ക് മസാല പിടിക്കുകയോ അല്ലെങ്കിൽ അത് ടേസ്റ്റ് ഉണ്ടാകത്തില്ല, ജ്യൂസി ആയിരിക്കത്തില്ല. അതിനായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ട ചെറിയൊരു ടെക്നിക്കുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ചിക്കനിന് പീസ് എടുത്തിട്ട് നമുക്കൊരു കട്ടിംഗ് ബോർഡിൻ്റെ മണ്ടയിലോ അല്ലെങ്കിൽ ചപ്പാത്തി പലയുടെ മണ്ടയിലേക്ക് വെക്കുക. വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇത് പിച്ചാത്തിയോ കട്ടിയുള്ള പിച്ചാത്തിയോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കണം. ഇങ്ങനെ തട്ടി കൊടുക്കുക. അങ്ങനെ ചെറുതായിട്ട് തട്ടി കൊടുക്കുക, ഒരുപാട് പൊട്ടിക്കീറി പോകരുത്. നമ്മൾ തട്ടി കഴിയുമ്പോൾ ചിക്കൻ പീസ് ഇതേ രീതിയിലുള്ള ഒരു ഷേപ്പിൽ വന്ന് കിട്ടും. നമുക്കിങ്ങനെ കട്ടി കുറഞ്ഞ് സ്ലൈസായിട്ടുള്ളൊരു പീസ് വരും. ഇപ്പം നമ്മൾ ചിക്കൻ വാങ്ങിച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ഇതുപോലെ സ്ലൈസ് പോലെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ചെറിയ രീതിയിൽ അടിച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. കട്ടിയുള്ള കഷ്ണങ്ങൾ മാത്രം. കട്ടി കുറഞ്ഞ കഷ്ണങ്ങൾ നമ്മൾ അടിച്ച് പരത്തിയിട്ടില്ല. ഇനി നമുക്കിതെങ്ങനെയാണ് മിക്സ് ചെയ്ത് വെക്കുന്നത്, എന്താണ് ഇതിൻ്റെ പരിപാടികളെന്ന് നോക്കാം. ആദ്യം ഇതെടുത്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്തത് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഗരം മസാല, കുരുമുളക് പൊടി. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുക. ആദ്യം ഗരം മസാലയും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇതിലേക്ക് നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തേച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മുളക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈര് ഉടച്ച് വെച്ചിരിക്കുന്നതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്ന് ചെറുതായിട്ട് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ലതുപോലെ ആ തൈര് ഇതിനുള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതിനെയും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും നമ്മളിത് ചേർത്ത് ഇങ്ങനെ വെച്ചിരിക്കണം. ഏറ്റവും നല്ലത് തലേ ദിവസം രാത്രിയിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു നൈറ്റ് മൊത്തം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ എടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടാവും, ജ്യൂസി ആയിരിക്കും അതിൻ്റെ അകം. ഇത് ഞാനിപ്പോൾ ഒരു 3-4 മണിക്കൂർ വെച്ചിട്ട് എടുക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് സെറ്റ് ചെയ്ത് ഇനി ഒരു 4 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മളിതൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. നമുക്കിത് ഉണ്ടാക്കേണ്ടതാണ് 4 മണിക്കൂർ വെക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു ദിവസം നൈറ്റ് മൊത്തം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് 4 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അതിന് ശേഷം ബാക്കി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ചിക്കൻ എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. ഇത് 1 മണിക്കൂർ വെളിയിൽ വെച്ചതാണ് ഞാനിത്. ചെറുതായിട്ട് തണുപ്പ് പോയിട്ടുണ്ട്, ചെറിയ തണുപ്പുണ്ട്, അത് നമുക്ക് കുഴപ്പമില്ല. ഇനി ചെയ്യേണ്ടത് ഈ ചിക്കൻ പീസുകൾ നമ്മളെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇതിൻ്റെ വെള്ളം ഊറി പോകാൻ വേണ്ടിയാണ്. അത് നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ നമ്മളിങ്ങനെ ഓരോ പീസ് എടുത്ത് ഇതിലേക്ക് വെക്കുക. ഇതിനകത്തെ വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലൊരു കിഴുത്ത പാത്രത്തിലോ ആരിപ്പയ്ക്കകത്തോ എങ്ങനെയായാലും കുഴപ്പമില്ല. ചിക്കൻ ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള
ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി വേണ്ടത് 1 കപ്പ് മൈദയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 മുട്ട. ഇപ്പോൾ 2 മുട്ട ഒരു ബൗളിൽ ഒഴിച്ചിട്ട് നല്ലപോലെ അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദയിലേക്ക് ആ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക, ആ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് മൂന്നും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഈ കോൺഫ്ലവറും മൈദയും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ആവാൻ വേണ്ടിയാണ്. അത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അത് കൈകൊണ്ടാണെങ്കിലും നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ കുഴപ്പമില്ല. ഇനി നമുക്ക് ചിക്കൻ പീസിലേക്ക് ഇതിൻ്റെ ഈ മൈദ എങ്ങനെയാണ് കോട്ട് ചെയ്ത് കൊടുക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇത് മുട്ടയിലേക്ക് നല്ലതുപോലെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ എല്ലാ സ്ഥലത്തും ഇത് മുട്ടയാകണം. നല്ലതുപോലെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഡിപ്പ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എടുത്തിട്ട് ഈ മൈദയിലേക്ക് ഇടുക. മൈദയിലേക്ക് ഇട്ടതിന് കഴിഞ്ഞിട്ട് നമ്മളിത് മൊത്തത്തിൽ ഇങ്ങനെ പൊടി കോട്ട് ചെയ്ത് കൊടുക്കണം. വെറുതെ ഇട്ടിട്ട് എടുത്താൽ പോരാ, നല്ലതുപോലെ ഇങ്ങനെ മുക്കി കോട്ട് ചെയ്യുക. കോട്ട് ചെയ്യുന്ന കൂടെ തന്നെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ പീസിലേക്ക് നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പ്രസ് ചെയ്യുക. ഒരു മിനിറ്റ് നമ്മളത് കണ്ടിന്യൂ ചെയ്യണം. ഒരു പീസിൽ 1 മിനിറ്റ് നേരത്തേക്ക് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. പൊടി നല്ലതുപോലെ പ്രസ് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ വെറുതെ ഇട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ ചെറിയൊരു കോട്ടിങ് മാത്രം, അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കുറച്ച് സമയം കൂടുതൽ എടുത്താലും കുഴപ്പമില്ല, അതിനനുസരിച്ച് ഇച്ചിലൂടെ നല്ല രീതിയിലുള്ള ഒരു ലെയർ കിട്ടും നമുക്ക്. ഇതിന് കോട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഇത് ഒന്നും ഇങ്ങനെ കുടഞ്ഞു കൊടുക്കണം. ഇതിൽ ഓവറായിട്ടുള്ള പൗഡർ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ വയ്ക്കാം. അതുപോലെ വീണ്ടും അടുത്ത പീസ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ ചെയ്യുക. മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാ പീസും ഇതുപോലെ തന്നെ ചെയ്യുക. നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം എണ്ണ ചൂടാക്കാൻ വേണ്ടി നമ്മൾ വെക്കണം. എണ്ണ നല്ലപോലെ ചൂടായി അടുപ്പിൽ റെഡി ആയി കഴിഞ്ഞ ശേഷം ഇതേ ചെയ്ത് നമ്മൾ പൗഡർ കോട്ട് ചെയ്യാവുള്ളൂ. പൗഡർ കോട്ട് ചെയ്ത് അധികം സമയം വെക്കാൻ പാടില്ല. കോട്ട് ചെയ്ത് നമ്മളൊരു മാക്സിമം ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ ആ ശരിക്കുള്ള ലെയറും കാര്യങ്ങളും നമുക്ക് കിട്ടത്തില്ല. അതുപോലെ തന്നെ പൊടി കൊട്ടിക്കളഞ്ഞ് വീണ്ടും നമ്മൾ പാത്രത്തിലേക്ക് വെക്കുക. അങ്ങനെ എല്ലാ പീസും അതുപോലെ തന്നെ ചെയ്തെടുക്കുക ആദ്യം. ഇപ്പോൾ നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമ്മൾ ആ കോട്ട് ചെയ്ത ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ലതുപോലെ ചൂടായ ശേഷമേ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ ചിക്കൻ. അത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തീയെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാൻ. വളരെ ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കുക. ഒരു സൈഡ് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്ക് സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് മറു സൈഡ് ഇട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2 സൈഡും ഇതുപോലെ തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എണ്ണയ്ക്കകത്ത് എടുത്ത് പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ എല്ലാ ചിക്കൻ പീസും ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. നമ്മൾ മുഴുവൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ പീസും വറുത്ത് എടുക്കുക. ഇത് നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഫ്രിഡ്ജിനകത്ത് തലേദിവസം വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തയ്യാറാക്കാം. ഒരു അരമണിക്കൂർ നേരം ഇത് അതുപോലെ തന്നെ നമ്മുടെ മോരിനകത്ത് ഇട്ട് വെച്ച ശേഷം എടുത്ത് ഇതേപോലെ തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. എന്നാലും നല്ല ടേസ്റ്റി ആയിരിക്കും. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടംപോലെ തയ്യാറാക്കാം. ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കുട്ടിപ്പട്ടാളം എത്തിയിട്ടുണ്ട്. അവർ ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ പറയുന്നതായിരിക്കും. टेस्टी बहुत सॉफ्ट और बहुत यम्मी है. क्रंची मस्त है. बहुत अच्छा बना. थैंक यू. സൂപ്പർ. അപ്പോൾ നമ്മുടെ KFC ചിക്കൻ കുട്ടിപ്പട്ടാളം കഴിച്ചു. അവരെല്ലാവരും നല്ല ടേസ്റ്റിയാണ്, നല്ലതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ
സബ്സ്ക്രിപ്ഷൻ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ തൽക്കാലം ഇടവേള. ബൈ ബൈ.